അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ മുക്കബ്ബിറുൽ ലൈലി അലൻ നഹാർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് 12ാമത്തെ ഭാഗമാണ് സീറ അൻ-നബവിയ്യയിൽ നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇന്ന് പഠിക്കേണ്ടത്. മിനൽ മൗലിദി ഷരീഫി ഇലാ നുസൂലിൽ വഹി വിലാദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും വഹി ഇറങ്ങുന്നത് വരെയുള്ള കാലവുമൊക്കെയാണ് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് ആനവർഷത്തിൽ ആമുൽ ഫീലിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ച പകലാണ് ജനിച്ചതെന്നാണ് കുറേയേറെ സീറ ഗ്രന്ഥങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുള്ള പ്രസിദ്ധമായ അഭിപ്രായമായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ വ്യത്യസ്തങ്ങളായ മറ്റഭിപ്രായങ്ങളുമുണ്ട്. ജന്മസ്ഥലം മക്കയിലെ ബനു ഹാഷിമിൻ്റെ പ്രദേശം ഷേബ് ബനി ഹാഷിം അവിടെയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല ഈ അഭിപ്രായമാണ് ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച നോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഫീഹി ഉലിത്തു വ ഫീഹി ഉൻസില അലയ്യ എന്നാണ്. അതായത് ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, അന്ന് തന്നെയാണ് എനിക്ക് വഹി ഇറക്കപ്പെട്ടതും എന്നാണ്. അപ്പോൾ റബീഉൽ അവ്വലിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഈ സീറ ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് റബീഉ എന്ന് പറഞ്ഞാൽ വസന്തകാലം എന്നാണ്. ഈ വസന്തകാലം ഭൂമിക്ക് പുതിയ ജീവൻ നൽകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലൂടെ മനുഷ്യരാശിക്ക് ആത്മീയമായ നവോത്ഥാനം ലഭിച്ചു എന്നുള്ളതാണ്. അതിനാൽ തന്നെ റബീഉൽ അവ്വലിൽ ജനിച്ചതിൽ മനോഹരമായ ഒരു സൂചനയുണ്ടെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. ഇനി ജനന സമയത്ത് ചില അടയാളങ്ങളെക്കുറിച്ച് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന പ്രസവ സമയത്ത് ഒരു പ്രകാശം കണ്ടു എന്നാണ്. ആ പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങൾ വരെ പ്രകാശിപ്പിച്ചതായി അവർ പറയുന്നുണ്ട്. ഈ സംഭവം ഇമാം അഹ്മദ്, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം തുടങ്ങിയവർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിമിൻ്റെ ദുആയും ഈസാ അലൈഹി സ്വലാമിയുടെ സന്തോഷ വാർത്തയും എൻ്റെ മാതാവ് കണ്ട സ്വപ്നവുമാണ് ദഅവത്തു അബി ഇബ്രാഹിം വബിഷാറത്തു അഖി ഈസ വറുയ ഉമ്മി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഇനി ഷാമിനെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ജനന സമയത്ത് പിന്നെ ഷാമു വരെ പ്രകാശിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ എന്താണ് കാരണം? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ശക്തമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഷാം. അവസാനത്തെ കാലത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതും ഷാമിലാണ്. അതിനാലാണ് പ്രകാശം ഷാമിലേക്ക് എത്തിയതായി പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ളത്. ഇനി യഹൂദ പണ്ഡിതന്മാർ നക്ഷത്രം കണ്ട ഒരു സംഭവവും ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയിൽ ഒരു യഹൂദ പണ്ഡിതൻ പ്രത്യേകമായി ഒരു നക്ഷത്രം കണ്ടു. ഇന്ന് അവസാന പ്രവാചകൻ ജനിച്ചിരിക്കുന്നു എന്ന് അവൻ പ്രഖ്യാപിച്ചതായി ചില സീറ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇനി ജനിച്ച ഉടൻ ആകാശത്തേക്ക് നോക്കിയ ഒരു സംഭവം പറയുന്നുണ്ട്. ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോൾ
അവിടുന്ന് ആകാശത്തേക്ക് തല ഉയർത്തി നോക്കിയതായി ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഗ്രന്ഥകാരൻ ആ റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആധികാരികതയുള്ള റിപ്പോർട്ടല്ല. ഇനി പ്രസിദ്ധങ്ങളാണെങ്കിലും ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ പ്രസിദ്ധങ്ങളാണെങ്കിലും സ്വഹീഹല്ലാത്ത ഒട്ടേറെ സംഭവങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. അതായത് ജനന സമയത്ത് സംഭവിച്ചതായി ചില സംഭവങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. കിസ്രായുടെ കൊട്ടാരത്തിലെ 14 മാളികകൾ തകർന്നു എന്നാണ് പറയുന്നത്. അതുപോലെ മജൂസികളുടെ തീ അണഞ്ഞുപോയി, സാവാ തടാകം വറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ചുറ്റുമുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തകർന്നടിഞ്ഞു. എന്നാൽ ഗ്രന്ഥകാരൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഇതൊന്നും സ്വഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല. ഇവയൊക്കെ ചെറുപ്പം മുതലേ ആളുകൾ കേട്ട് പ്രസിദ്ധങ്ങളായ ദുർബലങ്ങളായ റിപ്പോർട്ടുകളാണ്. വളരെ പ്രസിദ്ധമായ റിപ്പോർട്ടുകളാണെന്നാൽ വളരെ ദുർബലമായ റിപ്പോർട്ടുകളുമാണ്. ഷെയ്ഖ് മുഹമ്മദ് അൽ ഖസാലി റഹിമഹുല്ല ഈ ജനനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ലോകത്തിന് മഹത്തായ അനുഗ്രഹമാണ് എന്നാണ്. എന്നാൽ അതിനെ മഹത്വവൽക്കരിക്കാൻ ദുർബലവും കെട്ടിച്ചമച്ചതുമായ കഥകൾ മെനഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ തെളിവും അത്ഭുതവും. ഈ ഭാഗത്ത് നമ്മൾ 12ാമത്തെ ഭാഗത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആധികാരിക റിപ്പോർട്ടുകളിലൂടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. സ്വഹിയായ ചരിത്രവും ദുർബലമായ ചരിത്രവും വേർതിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മനുഷ്യരാശിക്കുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം തെളിയിക്കാൻ അടിസ്ഥാനരഹിതമായ കഥകൾ മെനഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. സീറ പഠനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കുമ്പോൾ വികാരത്തേക്കാൾ തെളിവിനും ആധികാരികതക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്. അല്ലാതെ ഒരുപാട് കെട്ടിയുണ്ടാക്കി പൊടിപ്പും തുങ്കലും വെച്ച് പറയുക അല്ല വേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം യഥാർത്ഥ രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.